മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ തീവ്ര ഹിന്ദുത്വവാദികളായ ആളുകളിൽ നിന്നും 3 അതിക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നത്. ഹൈന്ദവ വിശ്വാസത്തെ എതിർക്കുന്നു എന്ന തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൈസ്തവർക്ക് നേരെ മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം വർദ്ധിച്ചു വരികയാണ്. പല ആക്രമണങ്ങളും പോലീസ് ഒത്താശയോടെയാണ് നടക്കുന്നത്. കേസ് ഫയൽ ചെയ്യുമെങ്കിലും പ്രതികൾ ശിക്ഷിക്കപ്പെടാറില്ലെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ വെളിപ്പെടുത്തുന്നു. ജൂലൈ 22-ന് ഉക്രൈൻ സന്ദർശനത്തിനിടെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ യുക്രൈൻ പാത്രിയാർക്കീസ് ഷെവ്ചക്കുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രവചനപരമായ പങ്ക് ഉണ്ടായിരിക്കുമെന്ന് കർദിനാൾ പരോളിൻ വെളിപ്പെടുത്തി. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നും നമ്മുടെ പ്രതീക്ഷകൾ എല്ലായ്പ്പോഴും പരിമിതമാണെങ്കിലും ദൈവം നമ്മളെക്കാളും നമ്മുടെ ഹൃദയങ്ങളെക്കാളും നമ്മുടെ സാധ്യതകളെക്കാളും വലുതാണെന്ന് നമുക്കറിയാമെന്നും കർദിനാൾ പരോളിൻ പറഞ്ഞു. ജൂലൈ 26-ന് തുടക്കം കുറിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ അഭിവാദ്യം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ കായിക താരങ്ങളെ സമാധാനത്തിന്റെ സംവാഹകർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ അവർക്ക് ആശംസകൾ അർപ്പിച്ചത്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഓഗസ്റ്റ് മാസം 11-ാം തീയതി വരെയാണ് വിവിധ കായിക ഇനങ്ങൾ നടക്കുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ളവരെ സമാധാനപരമായി ഒന്നിപ്പിക്കാൻ കഴിവുള്ള വലിയൊരു സാമൂഹിക ശക്തി കായിക രംഗത്തിനുണ്ട്. ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെ അടയാളമാകുമെന്നും ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ മാമോവിന് സമീപം ജൂലൈ 16-ന് ഇസ്ലാമിസ്റ്റ് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ഒരു ക്രിസ്ത്യൻ ഗ്രാമത്തെ ആക്രമിച്ചു. രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ 3 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പ്രദേശവാസികളോടും ചുറ്റുമുള്ള സമൂഹങ്ങളോടും ജാഗ്രത പാലിക്കാൻ ആംഗ്ലിക്കൻ ചർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. പ്രദേശത്തെ സൈനിക യൂണിറ്റുകളെ ശക്തിപ്പെടുത്താൻ കോങ്കോ സായുധ സേനയോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോങ്കോയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളെ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ ജൂലൈ 17-ന് ആരംഭിച്ച അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് ജൂലൈ 21-ന് സമാപിച്ചു. ഇൻഡ്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ നടന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപന ചടങ്ങുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി എത്തിയ കർദിനാൾ ലൂയിസ് അന്തോണിയോയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ദിവ്യകാരുണ്യ കോൺഗ്രസിൽ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യം ഒരു സമ്മാനവും അവിടുത്തെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണവുമാണെന്ന് വത്തിക്കാനിലെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കൂടിയായ കർദിനാൾ പങ്കുവച്ചു.